Hey guys, welcome back to a new video. ഇന്ന് വന്നിരിക്കുന്നത് അഞ്ചാം പാതിര എന്ന മലയാളം മൂവിയിലെ ഹാക്കിംഗ് സീൻസിനെ പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മൂവി നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇനി കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി സ്പോയിലർ അലേർട്ട്. അപ്പോൾ നമുക്കധികം സംസാരിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും ഓവർലോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂറോളം ഒരു ഹാക്കിംഗ് സീൻസും കാണിക്കുന്നത്. ഇതിൽ ഹാക്കിംഗ് കടന്നു വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഹാക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്നോ ഒന്നും ഒരു അരമണിക്കൂറോളം നമുക്ക് ഒരു ക്ലൂ പോലുമില്ല. അപ്പോൾ പെട്ടെന്നൊരു മൊമെന്റിൽ ഹാക്കിങ് കടന്നു വരുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമായിപ്പോയി. കാരണം ഞാൻ ഈ മൂവിക്കകത്ത് ഒരു ഹാക്കിംഗ് സീൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ഈ മൂവിയിലെ ഫസ്റ്റ് ഹാക്കിംഗ് സീൻ എന്ന് പറയുന്നത് ATM ഹാക്ക് ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ സീനകത്ത് ഒരു ഫാൻസി സ്ക്രീൻ ഒരു വീഡിയോ ഫീഡ് മാത്രമാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് ഫാൻസി സ്ക്രീനുകളെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നില്ല. കാരണം ഫാൻസി സ്ക്രീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാക്കർ ഹാക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഫാൻസി സ്ക്രീൻ ഉണ്ടാവും എന്നുള്ളത് ഒരു മൂവി ലോജിക്കാണ്. അപ്പോൾ ശരിക്കുള്ള ഹാക്കിങ്ങിന് ഈ ഒരു ഫാൻസി സ്ക്രീനുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫാൻസി സ്ക്രീനുകളെല്ലാം ഷോ ഓഫിന് വേണ്ടി മാത്രമാണ്, മൂവിയിലും പിന്നെ ഫ്രണ്ട്സിനെ പറ്റിക്കാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഫാൻസി സ്ക്രീനുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഹാക്കർ യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല, എനിക്കറിയാവുന്ന ഹാക്കേഴ്സ് യൂസ് ചെയ്തില്ല. ഇങ്ങനെ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ടിങ് ആണ്. അപ്പോൾ മൂവിയിലെ അടുത്ത ഹാക്കിംഗ് സീനിലേക്ക് പോവുകയാണ്. CCTV ഫുട്ടേജിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്യണമെങ്കിൽ യു നീഡ് ടു നോ ദ CCTV മോഡൽ നമ്പർ ആൻഡ് ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. യൂസർ നെയിമും പാസ്വേഡും ആംഗ്രി IP എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് എനിബഡി ലൈക്ക് മീ ക്യാൻ ഗെറ്റ്. പക്ഷെ വീഡിയോ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി റിയലി ഗുഡ്. വീഡിയോ റെക്കോർഡിങ്ങിന്റെ എവിടെയാണ് ലൂപ്പ് ഹോൾ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കോഡ് ചെയ്ത് അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഹാക്ക് ചെയ്യണം. അതൊക്കെ ഡാർക്ക് വെബിൽ മാത്രം കളിക്കുന്ന ആൾക്കാർ ചെയ്യണം. അപ്പോൾ അടുത്ത സീനിൽ CCTV ഹാക്ക് ചെയ്തതിനെ കുറിച്ച് പറയുകയാണ്. അതിലൊരു ടൂളിന്റെ പേര് പറയുന്നുണ്ട്, ആംഗ്രി IP സ്കാനർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആണ്, റിയൽ ആയിട്ട് ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ് IP സ്കാനിങ്ങിനും പാസ്വേഡ് ബ്രൂട്ട് ഫോഴ്സിങ്ങിനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സീനായി പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഒരു CCTVയുടെ പാസ്വേഡ് യൂസർ നെയിമും കിട്ടാൻ എളുപ്പമാണ് ആംഗ്രി IP സ്കാനർ വെച്ചിട്ട് ആർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു CCTVയുടെ പാസ്വേഡ് യൂസർ നെയിമും കിട്ടുന്നത് എത്ര എളുപ്പമാണ്. അവിടെ യൂസ് ചെയ്യുന്നത് എൻമാപ്പും ഹൈഡ്ര എന്ന് പറഞ്ഞൊരു ടൂളുമാണ്. ഒരു CCTV വീഡിയോ ഫുട്ടേജ് ലൂപ്പ് ചെയ്യണമെങ്കിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഒരു CCTV ഫുട്ടേജ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ട് അതിനകത്തിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ്. കാരണം CCTVയുടെ മോഡൽ അറിയണം, ആ ഒരു മോഡലിനകത്തുള്ള വൾനറബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം, അതിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അറിയണം, അതിനകത്തെ വീഡിയോ ഫോർമാറ്റ് അറിയണം, ആ വീഡിയോ ഫോർമാറ്റിനനുസരിച്ച് അതിൻ്റെ ഏത് പാർട്ട് എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ടൈം കോഡ് അറിയണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അതിനുവേണ്ടി പ്രത്യേകം പ്രോഗ്രാം ചെയ്ത് പ്രത്യേക രീതിയിൽ കോഡ് ചെയ്തിട്ട് ആ കോഡ് CCTVയിലുള്ള വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് വേണം നമുക്ക് ആ ഒരു വീഡിയോ ഫുട്ടേജ് ലൂപ്പ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ഹാക്കേഴ്സിനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഡാർക്ക് നെറ്റിലും ഡീപ് വെബിലും ഒക്കെ കളിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അത്ര ശരിയല്ല. മാം, പോലീസ് വയർലെസ് സെറ്റ്സിന്റെ അതേ കമ്പനിയുടെ സെറ്റ് സംഘടിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കേടായ ഏതെങ്കിലും സെറ്റ് റിപ്പയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ യു ക്യാൻ നമ്മുടെ സീക്രട്ട് ഫ്രീക്വൻസി ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിക്കോസ് വി ആർ അണ്ടർ സൈബർ അറ്റാക്ക്, ഏത് പോലീസ് സ്റ്റേഷനിലെ ഫോൺ കോൾ ടാപ്പ് ചെയ്താലും അല്ലെങ്കിൽ ഇമെയിൽ ഹാക്ക് ചെയ്താലും സംഘടിപ്പിക്കാം. പീസ് ഓഫ് കേക്ക്. ഈ സീനിലെ പോലീസിന്റെ വയർലെസ് സെറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീന് സത്യം പറഞ്ഞാൽ ഇതും റിയലിസ്റ്റിക് ആണ്. പോലീസിന്റെ വയർലെസ് സെറ്റുകൾ ഹാക്ക് ചെയ്യണമെങ്കിൽ പോലീസിന്റെ പഴയ വയർലെസ് സെറ്റുകൾ, കേടായ വയർലെസ് സെറ്റുകൾ റിപ്പയർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സെയിം കമ്പനിയുടെ സെയിം മോഡൽ സംഘടിപ്പിച്ചാലും പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൂ ആണ്, നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഹാക്ക് ചെയ്യാം. പക്ഷെ അതിലും ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ അത് ഇതിലൂടെ പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഹാക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അതിപ്പോൾ അധികകാലം കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ വയർലെസ് സെറ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും അനലോഗ് ആണെന്ന്. അപ്പോൾ ഈ ഒരു അനലോഗ് സിസ്റ്റം മാറിയിട്ട് ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ ഈ ഒരു വൾനറബിലിറ്റി ഇല്ലെന്നല്ല, നമുക്ക് ആ ഒരു വൾനറബിലിറ്റി ചൂഷണം ചെയ്യാൻ പറ്റുന്നത് കുറയും. കാരണം അപ്പോൾ എൻക്രിപ്ഷൻ വരും, അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് വരും, നമ്മൾ എവിടെ നിന്നാണ് വയർലെസ് സിസ്റ്റം ടാപ്പ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജീസ് വരും. അപ്പോൾ അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത സീനിലേക്ക് പോവാം. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ നിന്നൊക്കെ നമ്മുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫോട്ടോസ് ഒക്കെ ടാഗ്ഡ് ആണെങ്കിൽ നമ്മുടെ ചില പിക്ചേഴ്സ് ഒക്കെ അവിടെ തന്നെ കിടക്കും. നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഞാൻ സെല്ലുലർ കമ്പനീസ് ഒക്കെ ഓൾറെഡി ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 7 നമ്പറാണ് ഉൾക്കൊള്ളത്. ഇതിൽ ആക്റ്റീവ് ആയ നമ്പർ മറൈൻ ഡ്രൈവിലാണ്. ഈ 3 ബിൽഡിംഗ് വെയിറ്റ് നടുക്കത്തെ ബിൽഡിംഗ് 201. നിനക്ക് ഉറപ്പാണോ?
How do you know? നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണോ? ആണെങ്കിൽ ആ റൂമിൽ നിന്ന് ഓർഡർ ആ നമ്പറിൽ നിന്ന് ഓർഡർ വരില്ല. അതാണ്. അപ്പോൾ ഈ ഒരു സീനാല് സോഷ്യൽ മീഡിയ ടാഗ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് സോഷ്യൽ മീഡിയ ടാഗ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എപ്പോഴും പോസിബിൾ ആണെന്ന് തോന്നുന്നു. ഡീആക്ടിവേറ്റ് ചെയ്താലും ടാഗ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ അപ്പോൾ അവിടെ തന്നെ കിടക്കും. പിന്നെ സെല്ലുലാർ കമ്പനിയൊക്കെ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്ന ഒരു സീനുണ്ട്. എനിക്കറിയത്തില്ല എങ്ങനെ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാർ കമ്പനീസ് ഒക്കെ ഈവൻ ഹാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ റിയൽ ടൈം ഡാറ്റ കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു സെല്ലുലാർ കമ്പനിയുടെ ഇന്റേണൽ നെറ്റ്വർക്കുകൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോസിബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം ഇമ്പോസിബിൾ അല്ല. നമ്മുടെ ഫോണിന്റെ റിയൽ ടൈം ഡാറ്റ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ അതൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു സെല്ലുലാർ ടവറിന്റെ ലൊക്കേഷൻ അണ്ടറിൽ ചെന്നിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഫോൺ ആ ഒരു ടവറിന്റെ പരിധിക്കകത്ത് രജിസ്റ്റർ ആവുകയും അതിനുശേഷം ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കണക്ടിവിറ്റിക്കുള്ള പെർമിഷൻ കിട്ടുന്നത്. അപ്പോൾ അത് പോസിബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ആ ഫോണിന്റെ ലൊക്കേഷൻ 3 ടവറുകളിൽ കിട്ടിയിട്ട് ആ റൂം ലൊക്കേറ്റ് ചെയ്യുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണ്. കാരണം ഒരു ഇന്റലിജന്റ് രീതിയിലാണ് ആ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിമിനാറിൽ നിന്ന് ബിരിയാണിക്ക് ഓർഡർ പോകുമ്പോൾ അതിന്റെ റൂം നമ്പർ വെച്ചിട്ട് ടാർഗറ്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. കാരണം നമുക്ക് ഫോൺ ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ SMS ഇന്റർസെപ്റ്റ് ചെയ്തോ ഒക്കെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത്രയും സ്പീഡിൽ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ കറക്റ്റ് എക്സാക്ട് റൂം ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്. കാരണം നല്ലതായിട്ട് ചിന്തിച്ച് ചെയ്തിട്ടുള്ള ഒരു സീനാണ്. നമുക്ക് അടുത്ത സീനിലേക്ക് പോവാം. മാം, വിക്കി ഷമീറിന് കൊടുത്ത നമ്പറിന്റെ ലൊക്കേഷൻ ഈ ബിൽഡിംഗ് ആണ്. ഇത് ചമ്പക്കര ഫിഷിംഗ് ഏരിയ ആണല്ലോ. അടുത്ത സീനിൽ ഒരു ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഈ ഒരു സീന് സെല്ലുലാർ കമ്പനികളുടെ ടവർ ബേസ്ഡ് ലൊക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ബിൽഡിംഗ് കറക്റ്റ് ട്രയാങ്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. ട്രയാങ്കുലേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരിയ പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോണിന്റെ GPS അല്ലെങ്കിൽ മറ്റോ വെച്ചിട്ട് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ കൂടുതൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. അപ്പോൾ അത് റിയലിസ്റ്റിക് ആണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. എന്നാലും പോസിബിൾ ആണ്. ഫോണിന്റെ GPS അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു 50-100 മീറ്റർ ഏരിയ വരെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോകാം. അപ്പൊ ഞാൻ ആക്സിലറോമീറ്ററിന്റെ ഒരു പ്ലഗിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലഗിൻ നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ആപ്പിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ഫോൺസും നമുക്ക് നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും അൺയൂഷ്വൽ മൂവ്മെന്റ് ആ ഫോണിൽ നിന്ന് വരികയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷനും വരും. താഴെ വരുമ്പോൾ ആക്സിലറോമീറ്റർ നോട്ടിഫിക്കേഷൻ വരുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാക്കിംഗ് സീൻ അല്ല. ആക്ച്വലി അതൊരു പ്രോഗ്രാമിംഗ് അല്ല, ഒരു കോഡിംഗ് സ്കില്ലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയേണ്ട സംഭവം പോസിബിൾ ആണ്. ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അടുത്ത സീനിലേക്ക് പോകാം. ഒരിക്കൽ തന്റെ ഡെബിറ്റ് കാർഡിൽ നിന്നും കണക്കില്ലാതെ കുറച്ച് പണം മിസ്സായ കാര്യം ശ്രദ്ധിച്ച സൈമന്റെ പിതാവ് ജോർജ് കണ്ടത് ഡാർക്ക് നെറ്റിൽ പണം കൊടുത്ത് ലൈവ് കൊലപാതക ടോർച്ചർ വീഡിയോകൾ കണ്ട് രസിക്കുന്ന മകനെയായിരുന്നു. ഈ സീനായി പറഞ്ഞത് ഡാർക്ക് വെബിൽ കയറി പണം കൊടുത്ത് ആൾക്കാരെ കൊല്ലുന്ന അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ് കാണുന്നതിനെ കുറിച്ചാണ്. ഡാർക്ക് വെബിലും ഡാർക്ക് നെറ്റിലും രണ്ട് സെയിം ആണ്. ഇങ്ങനെ പണം കൊടുത്ത് ലൈവ് കൊലപാതകങ്ങൾ, ലൈവ് ടോർച്ചറിങ് വീഡിയോസ് കാണാനുള്ള സൈറ്റുകളുണ്ട്. സംഭവം ട്രൂ ആണ്. റെഡ് റൂംസ് എന്നാണ് പറയുന്നത്. ഈ റെഡ് റൂമുകളിലൊക്കെ കയറിയിട്ട് ബിറ്റ് കോയിൻ കൊടുത്തിട്ട് നമുക്ക് ലൈവായിട്ട് കൊലപാതകങ്ങളും ടോർച്ചറിങ് വീഡിയോസും കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ അനാവശ്യമായി ബിറ്റ് കോയിൻ ചിലവാക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും ഞാൻ കയറിയിട്ടില്ല. ചില ഇംഗ്ലീഷ് മൂവിയിലെ ടോർച്ചറിങ് സീൻസ് പോലും കാണാനുള്ള മനഃശക്തി എനിക്കില്ല. ലോലഹൃദയനാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സീനുകളൊക്കെ കാണാൻ പോകുന്നത്? റിയലായിട്ട് ആൾക്കാരെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നു, അത് പണം കൊടുത്ത് കണ്ട് ആസ്വദിക്കാൻ കുറച്ച് പേര്. അപ്പോൾ റിയലായിട്ട് ആൾക്കാരെ കൊല്ലുന്ന ആ ഒരു സീൻ കണ്ടിരിക്കുന്നതും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും അത് ആ മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്തുമാത്രം സൈക്കോസ് ആണെന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ ആ ഒരു മൂവിക്ക് അത് കാണിക്കുന്ന ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് വെബിലെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എവിടെ ഒരു ഇംഗ്ലീഷ് സിനിമയത് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ട് നിങ്ങൾക്ക് ഏത് മൂവിയിലാണെന്ന് അറിയാമെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അന്ന് കമന്റ് ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഇതൊരു ഹാക്കിംഗ് സീൻ അല്ല. ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആള് വേഷം മാറി വരുന്നതാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സീന്. അവിടെ ഈ ഒരു ഫാൻസി സ്ക്രീൻ ക്ലോസ് ചെയ്ത ശേഷം ഒരു സ്ക്രീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കാലി ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹോം സ്ക്രീൻ ആണ്. അവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ കാലി ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലായിട്ട് ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കണ്ടപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നത്. ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ഒരു ടെർമിനൽ പ്രോഗ്രാം ഉണ്ട്, Cmatrix എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ
കമ്പ്യൂട്ടർ ഷോ ഓഫിന് വേണ്ടി ഹാക്കിംഗ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രീനുകൾ ഉണ്ടാക്കിയെടുക്കാൻ സിമാട്രിക്സ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. സിമാട്രിക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പറ്റിക്കാനും ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂവിയിലെ ഹാക്കിംഗ് സീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിയൽ ആണ്. കാരണം നല്ലതായിട്ട് അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത ഹാക്കിംഗ് അവരുടെ ടീമിൽ ഒരു ടെക്കി ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ എന്തായാലും സിനിമയിലെ ഹാക്കിംഗ് സീൻസ് ഒക്കെ പൊളിയാണ്. അത് ഈ മൂവിയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പലർക്കും അപ്പോൾ ഈ സിനിമയ്ക്കകത്തെ ഹാക്കിംഗ് സീൻസിനെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.